ഇന്നലെ തിരുവനന്തപുരത്ത് നടന്ന CPI പരിപാടിയിൽ ക്ഷണിക്കാത്തതിൽ അതൃപ്തി പരസ്യമാക്കി കാനം രാജേന്ദ്രന്റെ മകൻ. പൊതുസമ്മേളനത്തിൽ അന്തരിച്ച നേതാക്കളുടെ കുടുംബാംഗങ്ങളെ ആദരിച്ചിരുന്നു. അസൗകര്യമുള്ളതുകൊണ്ടാണ് പങ്കെടുക്കാത്തതെന്ന പ്രസ്താവന തെറ്റെന്നും തന്റെ കുടുംബത്തെ ക്ഷണിച്ചില്ലെന്നും സന്ദീപ് രാജേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. റോഷിപാൽ നമുക്കൊപ്പം. റോഷിപാൽ, CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആളാണ് കാനം രാജേന്ദ്രൻ. എല്ലാവരും ബഹുമാനിച്ചിരുന്ന വ്യക്തിത്വമാണ്. എന്തുകൊണ്ട് ബിനോയ് വിശ്വം കാനത്തിന്റെ മകനെ വിട്ടുപോയി? സുജയ പാർവതി, കടുത്ത അതൃപ്തിയാണ് കാനത്തിന്റെ കുടുംബത്തിന്. അതൃപ്തിയാണ് സാമൂഹ്യ മാധ്യമത്തിലൂടെ കാനം രാജേന്ദ്രന്റെ മകൻ സന്ദീപ് പ്രതിഫലിപ്പിച്ചത്. കാരണം CPI മുൻ നേതാക്കളുടെ കുടുംബാംഗങ്ങളെ ആദരിക്കുന്ന ചടങ്ങായിരുന്നു അത്. CPIയുടെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് അന്തരിച്ച നേതാക്കളെ അനുസ്മരിക്കുകയും അവരുടെ കുടുംബങ്ങളെ ആദരിക്കുകയും ചെയ്തത്. അങ്ങനെയുള്ള ഒരു ചടങ്ങിൽ തൊട്ടുമുമ്പുള്ള ബിനോയ് വിശ്വത്തിന്റെ തൊട്ടുമുമ്പുള്ള സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ കുടുംബത്തെ ക്ഷണിച്ചില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ തന്നെയാണ് കാനത്തിന്റെ മകൻ സന്ദീപ് സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചത്. ആ ചടങ്ങിൽ മന്ത്രി GR അനിലാണ് അസൗകര്യം കാരണമാണ് കാനം രാജേന്ദ്രന്റെ കുടുംബം ഈ പരിപാടിക്ക് എത്താതിരുന്നതെന്ന് വിശദീകരിക്കുകയുണ്ടായി. അതാണ് കാനത്തിന്റെ കുടുംബത്തെ കൂടുതൽ പ്രകോപിപ്പിച്ചത്. വിളിക്കാതിരിക്കുക എന്നത് മാത്രമല്ല, അതിന് പിന്നാലെ തെറ്റായ കാര്യങ്ങൾ അവിടെ പറയുകയും ചെയ്തു എന്നാണ് കാനത്തിന്റെ മകൻ പറയുന്നത്. തന്നെ ക്ഷണിച്ചില്ലെങ്കിലും തൻ്റെ അമ്മയെ, കാനം രാജേന്ദ്രന്റെ പത്നിയെയെങ്കിലും ഇങ്ങനെയുള്ള ഒരു കാര്യം അറിയിക്കാമായിരുന്നു എന്ന വിഷമത്തോടെയാണ്. കാരണം ബിനോയ് വിശ്വത്തെ ഈ ചുമതലയിലേക്ക് എത്തിക്കുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല നൽകുന്നതിനടക്കം നിർണായക പങ്കുവഹിച്ച വ്യക്തി കൂടിയാണ്. അങ്ങനെ പ്രധാന ചുമതലയിലേക്ക് എത്തിക്കുന്നതിന് പങ്കുവഹിച്ച വ്യക്തി GR അനിലിനെ മന്ത്രി പദവിയിലേക്ക് എത്തിക്കുന്ന ഇതിന് നിർണായകമായ ഇടപെടൽ നടത്തിയ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ്. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളാണ് തങ്ങളെ അവഗണിക്കുന്നതിനൊപ്പം തന്നെ തങ്ങളുടെ കുടുംബത്തെ അപമാനിക്കുന്ന രീതിയിൽ പൊതുസമ്മേളനത്തിൽ പ്രസ്താവന ഇറക്കുകയും ചെയ്തത്. അതിലുള്ള പ്രയാസം കൂടിയാണ് പ്രകടിപ്പിച്ചത്. തെറ്റിദ്ധാരണ പ്രവർത്തകർക്കിടയിൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള വിശദീകരണം അത് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം കാനം രാജേന്ദ്രന്റെ കുടുംബം വിട്ടുനിന്നു, അവർ ക്ഷണിച്ചിട്ടും എത്തിയില്ല എന്ന തരത്തിലുള്ള പ്രചാരണം ശക്തിപ്പെട്ട സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു വിശദീകരണക്കുറിപ്പുമായി രംഗത്തിറങ്ങേണ്ടി വന്നത് എന്നാണ് കാനം രാജേന്ദ്രന്റെ മകൻ സന്ദീപ് വിശദീകരിക്കുന്നത്. സുജയ, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. കാനത്തിന്റെ മകനെ ക്ഷണിക്കാത്തത് എന്തുകൊണ്ട് വിട്ടുപോയി? അതിന് മറുപടി പറയേണ്ടത് CPI നേതൃത്വമാണ്.